കറിവേപ്പില കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. ഒരുപാട് കറിവേപ്പിലയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ. അപ്പോൾ ഇതാ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വില്ലയിൽ നിന്ന് കുറച്ചധികം തന്നെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത കറിവേപ്പില നമുക്കൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒന്നുകിൽ ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വെച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഡ്രൈ ആക്കിയെടുത്ത കറിവേപ്പില തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമായിട്ട് ഒരു വലിയ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ക്രിസ്പി ആവുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കറിവേപ്പില. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ വയറിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നീർക്കെട്ട് വരാതിരിക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില ഇതുപോലെ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കയ്യിൽ ഇതുപോലെ എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചൊരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർക്കാം. ഇത് രണ്ടും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 3/4 കപ്പോളം നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച നിലക്കടലയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വറുത്ത നിലക്കടലയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് റോസ്റ്റായി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ് ദിവസവും കുറച്ചെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. ഈ ഫ്ലാക്സ് സീഡ്സ് പെട്ടെന്ന് തന്നെ പൊട്ടി വരും. ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ ഇനി 3 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും എരിവിനാവശ്യമായ വറ്റൽമുളകും കുരുമുളകും ചേർക്കാം. ഞാനിതാ ഇത്രയും വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലി നല്ലപോലെ റോസ്റ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതും പാത്രത്തിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, എണ്ണ വളരെ കുറച്ച് മതി. ഇതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വാളൻപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചൂടാറി വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പും കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഒരുപാടുണ്ടല്ലോ, ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഇതാ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഈസിയായി രാവിലെ ചമ്മന്തി അരയ്ക്കാനൊക്കെ സമയമില്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കാം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ 3 മാസത്തോളം പുറത്ത് കേടാകാതെ ഇരിക്കും. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒപ്പം മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ ഇതുപോലെ ദോശയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇഡ്ഡലി ആവി കയറ്റുന്നതിന് മുമ്പേ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം.
അതും അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്ററിലും ദോശ ബാറ്ററിലും ഒക്കെ ഈ പൊടി കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലൊരു ബൗളിൽ കുറച്ച് പൊടി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെയും കഴിക്കാം. ചോറിന് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചമ്മന്തിപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് ചോറ് കൊടുത്ത് നോക്കൂ, അവരിഷ്ടത്തോടെ കഴിച്ചോളും. ഇങ്ങനെ മാത്രമല്ല, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മാവിൽ ഈ പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുപൊടിയിലും ഈ പൊടി ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഈ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ.